പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഖുർആൻ അവതരിക്കുന്ന കാലത്തുണ്ടായ ധാരണകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ബീജവും അണ്ഡവും കൂടിച്ചേർന്നാണെന്ന് ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രം ഇത് കണ്ടെത്തിയത്. ഖുർആൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സൂറത്തുൽ ഇൻസാനിൽ പറയുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജഗണത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആന്റെ പദപ്രയോഗം തന്നെ നമുക്ക് നോക്കാം. ഇന്നാ ഖലഖനൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചത് മിൻ നുത്ഫത്തിൻ അംശാജ്, കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജഗണത്തിൽ നിന്നാണ്. അണ്ഡവും ബീജവും കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജഗണത്തെ വൈദ്യശാസ്ത്രം സൈഗോട്ട് എന്ന് വിളിക്കുന്നു. ഖുർആനിൽ നുത്ഫ എന്ന് സൂചിപ്പിക്കുന്നത് ഗുണശാസ്ത്രത്തിൽ പറയുന്ന ഗാമീറ്റുകളെ കുറിച്ചാണ്. അതായത് നുത്ഫ എന്ന വാക്കിന്റെ അർത്ഥം സെക്സ് സെൽ അല്ലെങ്കിൽ ഗാമേറ്റുകൾ എന്നാണ്. ഖുർആനിൽ ഇത് 12ഓളം സ്ഥലങ്ങളിൽ ഈ നുത്ഫ എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഹദീസിലാണ് സ്ത്രീ പുരുഷ ലിംഗകോശങ്ങളെ കുറിച്ചിട്ട് വേർതിരിച്ച്, അതായത് നുത്ഫത്തുൽ മർഅ നുത്ഫത്തുർ റജിൽ എന്ന് വേർതിരിച്ച് പറഞ്ഞത് ഹദീസിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നുത്ഫത്തുൽ അംശാജ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നുത്ഫത്തിൻ അംശാജിൻ എന്ന പദത്തിനർത്ഥം ആൺ പെൺ ബീജങ്ങളുടെ മിശ്രിതം എന്നാണ്. അത് പല പരിണാമഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്നു. ഇങ്ങനെ നുത്ഫത്തിൻ അംശാജിൻ എന്നാൽ എന്താണെന്ന് പ്രവാചക കാലത്ത് തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഭ്രൂണശാസ്ത്രം പ്രത്യുൽപാദനത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതായത് പുരുഷനിൽ നിന്ന് ഒരു പ്രാവശ്യം സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ ഏകദേശം 300 ദശലക്ഷത്തിലധികം ബീജങ്ങൾ കാണപ്പെടുന്നു. അതിലൊന്നു മാത്രമാണ് അണ്ഡവുമായി സംയോജിക്കുന്നത് എന്ന്. അലം യക്കും നുത്ഫത്തം മിൻ മനിയ്യിൻ യുംന, അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു ബീജഗണമായിരുന്നില്ലേ. കുട്ടി ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ബീജസങ്കലത്തിൽ ഏർപ്പെടുന്ന പുരുഷ ബീജമാണെന്നും എംബ്രയോളജി പറയുന്നു. സ്ത്രീയുടെ അണ്ഡം X ക്രോമസോമുകളെ വഹിക്കുമ്പോൾ പുരുഷ ബീജം XY ക്രോമസോമുകളെ വഹിക്കുന്നു. എക്സ് ക്രോമസോം വഹിക്കുന്ന ബീജമാണ് അണ്ഡവുമായി സംയോജിക്കുന്നതെങ്കിൽ കുട്ടി പെണ്ണാവുകയും Y ക്രോമസോം വഹിക്കുന്ന ബീജമാണ് അണ്ഡവുമായി സംയോജിക്കുന്നതെങ്കിൽ കുട്ടി ആണുമായിരിക്കും. ലിംഗനിർണയത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, ആണ് പെണ്ണ് എന്നീ രണ്ടിണകളെ അവൻ സൃഷ്ടിച്ചു. മിൻ നുത്ഫത്തിൻ ഇദാ തുംന, ഒരു ബീജം സ്രവിക്കുമ്പോൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ആ ബീജം സ്രവിക്കുമ്പോൾ എന്നുള്ളതിൽ നിന്ന് ബീജമാണ് ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നതെന്ന് ഈ ഒരു ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്രവിക്കപ്പെട്ട ബീജത്തിൽ നിന്നാണ് കുട്ടിയുടെ ലിംഗം തീരുമാനിക്കുന്നതെന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. പുരുഷ ബീജമാണ് കുട്ടിയുടെ ലിംഗം തീരുമാനിക്കുന്നതെന്ന് 1905 എഡ്മണ്ട് ബീച്ചർ വിൽസൺ നെറ്റി സ്റ്റീവൻസും കണ്ടെത്തി. ഒരു കുട്ടിയുടെ ലിംഗം തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ബീജസങ്കലനം നടന്ന് 40-42 ദിവസമാകുമ്പോൾ ഒരു മലക്ക് മാതാവിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കും. എന്നിട്ട് ഭ്രൂണത്തിന് അതിന്റെ രൂപവും ആകൃതിയും നൽകുന്നു. കേൾവിയും കാഴ്ചയും കൊടുക്കുന്നു. അസ്ഥിയും പേശിയും ചർമ്മവും രൂപപ്പെടുത്തും. എന്നിട്ട് മലക്ക് അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഈ കുട്ടിയെ ആണാക്കണോ പെണ്ണാക്കണോ? അപ്പോൾ അള്ളാഹു നിർദ്ദേശിക്കുന്ന പ്രകാരം മലക്ക് പ്രവർത്തിക്കുന്നു. ഈ പ്രവാചക വചനപ്രകാരം കുട്ടിയുടെ ലിംഗം തീരുമാനിക്കുന്നത് 40-42 ദിവസമാകുമ്പോഴാണ്. 1980കളുടെ തുടക്കത്തിൽ റോബിൻ ലോവൽ ബാഡ്ജിന്റെയും പീറ്റർ ഗുഡ്ഫെലോവിന്റെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ പുരുഷബീജത്തിലെ Y ക്രോമസോമിലുള്ള ഒരു ജീനിനെ കണ്ടെത്തി. SRY ജീൻ എന്നാണ് ഇത് അറിയപ്പെടുക. കുട്ടിയുടെ ലിംഗം തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ജീൻ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നു. Y ക്രോമസോമിനുള്ള ഒരു ബീജം പ്രത്യുൽപാദനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് മാത്രം ആൺകുട്ടി ഉണ്ടാകുന്നില്ല. പ്രത്യുൽപാദനം കഴിഞ്ഞ് 40 ദിവസം കഴിയുമ്പോൾ Y ക്രോമസോമിലെ SRY ജീൻ ഒരു ആൻഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആൻഡ്രജനാണ് വൃഷണങ്ങളുടെ രൂപപ്പെടലിന് കാരണമാകുന്നത്. മറിച്ച് 40-42 ദിവസം പ്രായം ചെന്ന ഭ്രൂണത്തിലെ SRY ജീൻ ആൻഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ കുട്ടി പെൺകുട്ടിയോ ലിംഗം നിർണയിക്കപ്പെടാത്ത ശിശുവോ ആകുന്നു. മേലുദ്ധരിച്ച പ്രവാചക വചനം ലിംഗനിർണയത്തിൽ SRY ജീനിന്റെ പങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും ആധികാരികത മനസ്സിലാക്കാൻ 1980 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ നുത്ഫത്തിൻ അംശാജ് അഥവാ സൈഗോട്ട് 9 മാസങ്ങൾ കഴിയുമ്പോൾ ഏകദേശം 100 ലക്ഷം കോടി കോശങ്ങളുള്ള അതിസങ്കീർണമായ ഒരു മനുഷ്യ ശരീരമായി മാറുന്നു. ആ പ്രക്രിയയുടെ തുടക്കം മുതൽ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യുൽപാദനത്തിന് ശേഷം സൈഗോട്ട് ഫാലോപ്പിയൻ ട്യൂബ് വഴി ഗർഭാശയത്തെ ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്നു. 5-ാമത്തെ ദിവസം ഇത് ഗർഭാശയത്തിൽ പ്രവേശിക്കും. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സൈഗോട്ട് വിഭജിച്ചുകൊണ്ടേയിരിക്കും. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 2 കോശങ്ങളായി വിഭജിക്കുന്നു. പിന്നീട് 2 4 ആയിട്ടും 4 8 ആയിട്ടും 8 16 ആയിട്ടും അങ്ങനെ 32 സെല്ലുകൾ ആയി വരുന്നു. ഈ ഒരു പ്രക്രിയക്ക് ക്ലീവേജ് എന്നാണ് പറയുക. ഇങ്ങനെ 32 സെല്ലുകളായി മാറിയ ബ്ലാസ്റ്റോമിയർ എന്നാണ് ഇതിന് പറയുക. 32ഓളം ബ്ലാസ്റ്റോമിയറുകളായിട്ടുണ്ടാവും. ഈ അങ്ങനെ ഒരു പന്തിന്റെ രൂപത്തിലായിട്ടുണ്ടാവും. ഇതിനെ മോറുല എന്നാണ് വിളിക്കുക. പിന്നീട് മോറുലയുടെ കോശങ്ങൾ, മോറുല വളരുന്നതനുസരിച്ച് അതിന്റെ കോശങ്ങൾ 2 ഭാഗങ്ങളായി മാറും. അതിന്റെ പുറത്തുള്ള ഭാഗങ്ങൾ ഒരു റിമ് പോലെ ആവുകയും ഉള്ളിലുള്ള ഭാഗം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ഇന്നർ സെൽ മാർസൽ എന്നും പുറത്തുള്ളതിനെ ട്രോഫോബ്ലാസ്റ്റ് എന്നും പറയുന്നു.
അപ്പോൾ ഇതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുക. ട്രോഫോബ്ലാസ്റ്റിലുള്ള കോശങ്ങളാണ് ഗർഭം നടന്നുപോകാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നത്. അതേസമയം ഇന്നർ സെൽ മാസിലുള്ള കോശങ്ങൾ മനുഷ്യ ശരീരമായി മാറുന്നു. ഈ വസ്തുത ഖുർആൻ 80-ാമത്തെ അധ്യായം സൂറത്തുൽ അബസയിൽ പറയുന്നു, മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫയിൽ നിന്ന്, ഖലഖഹു ഫഖദ്ദറ, എന്നിട്ട് അവനെ സൃഷ്ടിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ നുത്ഫ അഥവാ സൈഗോട്ടിനുണ്ടാകുന്ന മാറ്റത്തെയാണ് ഖലഖഹു ഫഖദ്ദറ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റോസിസ്റ്റ് ഫാലോപ്പിയൻ ട്യൂബിലൂടെ അതിന്റെ യാത്ര പൂർത്തിയാക്കി ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്നു. ഈ പ്രക്രിയ ആദ്യത്തെ ആഴ്ചയുടെ അവസാനത്തിൽ ആരംഭിക്കുന്നു. അതായത് ഏഴാമത്തെ ദിവസം ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിൽ നട്ടുപിടിപ്പിക്കുന്നു. ഇതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ പ്രക്രിയയെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ ഇലാ ഖദറിൻ മഅലൂം. എന്നിട്ട് നാം അതിനെ ഭദ്രമായ ഒരു സങ്കേതത്തിൽ വെച്ചു, നിശ്ചിതമായ ഒരു അവധി വരെ. സൂറത്ത് മുർസലാത്തിൽ ആണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഗർഭപാത്രത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ദുലുമാത്തിൻ സലാസ്. നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു 3 തരം അന്ധകാരങ്ങൾക്കുള്ളിൽ, സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിക്കൊണ്ട്. ഒരു നിശ്ചിത കാലം വരെ ഭദ്രമായ ഒരു സങ്കേതത്തിൽ ഭ്രൂണത്തെ സ്ഥാപിച്ചുവെന്ന് സൂറത്ത് മുർസലാത്തിൽ പറഞ്ഞത് ആ ഭദ്രതയുടെ ഘടനയെക്കുറിച്ചാണ് ഇവിടെ 3 തരം അന്ധകാരങ്ങൾ എന്ന് പറഞ്ഞത്. ഡോക്ടർ കീത്തുമോർ ആ 3 തരം മറകൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. അതിലൊന്ന് അബ്നോമിനൽ വാൾ, 2 യൂട്ടേറിയൻ വാൾ, 3 ആംനിയോകോറിയോണിക് മെംബ്രെയിൻ. ഖുർആനിലെ ഈ വചനത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് മാതാക്കളുടെ ഉദരങ്ങളിൽ സൃഷ്ടിപ്പ് നടക്കുന്നത് ഓരോ ഘട്ടങ്ങളായിക്കൊണ്ടാണ്. ഖുർആനിലെ 23-ാമത്തെ അധ്യായത്തിലെ 13-14 വചനങ്ങളിലായി ആ ഘട്ടങ്ങൾ ഖുർആൻ വിവരിക്കുന്നു. ആ 3 ഘട്ടങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.